ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷ സേഫ് വ്ലോഗ്സ്. ഇന്ന് നമുക്ക് ചക്കട തയ്യാറാക്കിയാലോ. ചക്കട തയ്യാറാക്കാനായിട്ട് ഞാൻ കുരുവെല്ലാം കളഞ്ഞ് ചക്ക നന്നായി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായി ഞാൻ 3 ശർക്കര ഇട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിവിടെ കിടന്ന് ഉരുകുമ്പോഴേക്കും നമ്മൾക്ക് പൊടി വാട്ടാൻ വെള്ളം വെക്കാം. 2 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾക്ക് ശർക്കര ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ടീസ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ശർക്കര നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയെല്ലാം ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഈ ഒരു സമയം നമ്മൾക്ക് 3 ഏലക്കായ കീറി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചക്കയൊന്ന് വേവിച്ചെടുക്കാം. ചക്ക നമ്മൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം 1/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഒന്ന് വേവിക്കുന്നത്. നമ്മുടെ ശർക്കര ഉരുക്കിയ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് ചക്കയും വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് കിട്ടും. വെന്തുടഞ്ഞ വീഡിയോ എന്തോ ഓഫായി പോയത് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ, ക്യാമറ ഓഫ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് പൊടിയെല്ലാം ചൂടാറി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെയും ആറാനുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾക്ക് നേരത്തെ ശർക്കര ഉണ്ടാക്കിയല്ലോ, ശർക്കര ഉരുക്കിയ പാനിയിലേക്ക് നമ്മൾക്ക് ഇതിലേക്ക് ഒരു നാളികേരം ഫുള്ളായിട്ടും ചിരണ്ടിയതാണിത്, അത് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് നേരത്തെ വേവിച്ചെടുത്ത ചക്ക നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ മിസ്സായി ഓഫായി പോയത് കൊണ്ട്, ക്യാമറ ഓഫായി പോയത് കൊണ്ട് അതെനിക്ക് കിട്ടിയില്ല കേട്ടോ, സോറി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്നതുണ്ടല്ലോ, അത് നന്നായി ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. എല്ലാതും അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി ഇതുപോലെ ഉരുട്ടി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രസ്സിൽ വെച്ച് പരത്തുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പ്രസ്സിൽ വെച്ച് പരത്താണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഒരു വാഴയിലയിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ പരത്തിയെടുത്ത അടയുടെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ നന്നായി എല്ലായിടത്തും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്കിത് ആവിയിൽ വേവിക്കുന്ന സമയത്ത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് 1/2 മണിക്കൂർ വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചക്കട വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം.